വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിനേകാധിപനേ. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിനേകാധിപനേ. നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം, സതതം സഹായമർപ്പിപ്പതും തിരുമുമ്പിൽ. നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം, സതതം സഹായമർപ്പിപ്പതും തിരുമുമ്പിൽ. നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്നനുഗ്രഹപാത്രമായോർ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയെല്ലാം സന്മാർഗഭ്രഷ്ടർ തൻ വഴിയിലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീ വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളിഹിറഹു അലദ്ദീനി കുല്ലി വകഫാ ബില്ലാഹി ഷഹീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. മുസ്ലിമായി, നല്ല മനുഷ്യരായി, അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കണം എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ശാപം, ലഅനത്ത്, ഇതുമായി ബന്ധപ്പെട്ടാണ്. മൊത്തത്തിൽ മനുഷ്യരായ നമ്മൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളായ നമ്മൾ, പരലോകത്തിൽ വിശ്വസിക്കുന്നതായ ആളുകളാണ്. നമ്മൾ നമ്മുടെ വിശ്വാസപ്രകാരം ഇസ്ലാം പറയുന്നത് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അമലുകളും ഒക്കെ എന്തു ചെയ്യും? അല്ലാഹു തആല പരിശോധിക്കും, ഹിസാബ് നടത്തുന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല അമലുകളായിരിക്കണം, അമലു സ്വാലിഹാത്തുകളായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ചീത്ത അമലുകൾ, സയ്യാത്തുകൾ, തിന്മകൾ, അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഈ ശപിക്കുക എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം കുറേ ആളുകളെ ശപിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരോടുള്ള വിരോധം കൊണ്ടല്ല, മറിച്ച് ചില അങ്ങേയറ്റത്തെ ഗുരുതരമായ തെറ്റുകൾ കൊണ്ട്, തിന്മകൾ കൊണ്ടാണ് അവർ അള്ളാഹു ശപിച്ചിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുള്ളത്. അത് നമുക്ക് പറയാവുന്നതാണ്. അതോടൊപ്പം തന്നെ എന്നാൽ ചില ആളുകൾ മറ്റുള്ള ആളുകളെ ശപിക്കാറുണ്ട്. അത് ഏറെ ഗൗരവമുള്ള കാര്യമാണ്. അത് നമുക്ക് അറിയേണ്ടതുണ്ട്.
അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നന്മകൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ നഷ്ടമാകും അതുകൊണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം എന്താണ് ഈ ശാപം? ലഅന് എന്ന് പറഞ്ഞാൽ, ലഅന് എന്ന് പറഞ്ഞാൽ അല്ലഅനു ഹുവ അത്തർദു വൽ ഇബ്ആദു മിർ റഹ്മത്തില്ലാഹി ജല്ല വ തആല എന്നാണ്. അതായത് പിന്നെ ആട്ടി അകറ്റുക. അത്വറുദ്, ത്വറുദ് പറഞ്ഞാൽ ആട്ടി ഓടിക്കുക. വൽ ഇബ്ആദു മിൻ റഹ്മത്തില്ലാഹി ജല്ല വ തആല എന്ന് പറഞ്ഞാൽ അകറ്റുക. ഇബ്ആദ് പറഞ്ഞാൽ അകറ്റുക. മിർ റഹ്മത്തില്ല, എവിടെ നിന്ന്? അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിന്ന്. ഉന്നതനും പരിശുദ്ധനുമായ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകറ്റുക. അതാണ് ലഅനത്ത്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ചില സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. ചില വിഭാഗത്തിന് ശാപമുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഇങ്ങനെയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 93-ാമത്തെ വചനം, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫിഹാ വഗളിബല്ലാഹു അലൈഹി വലഅന. വിശുദ്ധ ഖുർആൻ പറയാൻ, ആരെങ്കിലും ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ മനഃപൂർവ്വം കൊല നടത്തിക്കഴിഞ്ഞാൽ, കരുതിക്കൂട്ടി മനഃപൂർവ്വം വിശ്വാസിയായ ഒരാളെ കൊന്നാൽ, ഒരു മുഅ്മിനിനെ കൊന്നാൽ, ഫജസാഉഹു ജഹന്നം, അവനുള്ള പ്രതിഫലം നരകമാകുന്നു. ഖാലിദൻ ഫിഹ, അവനതിൽ നിത്യവാസിയായിരിക്കും. വഗളിബല്ലാഹു അലൈഹി, അള്ളാഹു അവനോട് കോപിക്കും. വലഅനഹു, മാത്രമല്ല ശാപമുണ്ടാകും. എന്തെല്ലാം കാര്യങ്ങൾ അത് പറഞ്ഞത്? നരകണ്ട്, 2 നരകത്തിൽ നിത്യവാസിയായിരിക്കും, 3 അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും, 4 അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകും. ഇങ്ങനെ വ്യക്തമായി പറയാം. മറ്റൊന്ന്, അള്ളാഹുവിനെയും റസൂലിനെയും ഉപദ്രവിക്കുക. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹിനെയും റസൂലിനെയൊക്കെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിനെ അവഹേളിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്, അതിനെ അനാദരിക്കുകയാണ്. അതൊക്കെ എന്തിൽ പെടും? അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ച് തന്നെ നമ്മൾ എന്താണ് മോശമായിട്ട് മറ്റുള്ള ആളുകളുടെ ഇടയിൽ ചിത്രീകരിക്കുക, അള്ളാഹിനെ കുറിച്ച് പരിഹസിക്കുക, അള്ളാഹിനെ മറ്റുള്ള ആളുകളുമായി തുലനപ്പെടുത്തുക, ഒക്കെ അള്ളാഹിനെ ഉപദ്രവിക്കുന്ന തുല്യമാണ്. അതുപോലെ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂൽ തങ്ങളെ നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി പാടുള്ളതല്ല. വിശുദ്ധ ഖുർആൻ പറയാൻ, സൂറത്തുൽ അഹ്സാബിലെ 57-ാമത്തെ വചനം, ഇന്നല്ലദീന യൂദൂനല്ലാഹ വറസൂലാ ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ-ആഖിറ, തീർച്ചയായും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഉപദ്രവിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് എന്തുണ്ടാകും? ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ-ആഖിറ, അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും അവരെ ശപിക്കും. ശപിക്കും എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും ശപിക്കും. ഏത് കൂട്ടരെ? അള്ളാഹുവിനെയും റസൂലിനെയും ഉപദ്രവിച്ചവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ആ ഉന്നത വ്യക്തിത്വമായിരുന്നു, നല്ല സ്വഭാവമായിരുന്നു. ആയിഷാബി പറയുന്നുണ്ടല്ലോ, നബിയുടെ സ്വഭാവം എന്തായിരുന്നു? കാന ഖുലുഖുൽ ഖുർആൻ, ഖുർആനികമായിരുന്നു പ്രവാചകന്റെ സ്വഭാവം എന്നാ. പക്ഷേ ആ നബിയുടെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന, പ്രവാചകനെ മോശമായി ചിത്രീകരിക്കുന്ന, അതിലൊക്കെ നമ്മൾ ഏർപ്പെട്ടാൽ അതെന്തായി? ഇതുപോലുള്ള ശാപത്തിനൊക്കെ നിമിത്തമായേക്കാം. അതുപോലെ മറ്റൊന്നാണ് എന്താണ്? നമ്മൾ സത്യവിശ്വാസികൾ എന്ത് ചെയ്യണം? നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. നന്മ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ആളുകൾ നമസ്കരിക്കുന്നില്ല, നമസ്കരിക്കാൻ പറയണം. ഖുർആൻ ഓതുന്നില്ല, ഖുർആൻ ഓതാൻ പറയണം. വലത് കൈ കൊണ്ട് ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ല, അപ്പോൾ അവരോട് അത് പറയണം. അങ്ങനെ ഇസ്ലാം പറയുന്ന എന്തൊക്കെ നന്മയുണ്ടോ അത് പറയണം. തിന്മ ചെയ്യാണ്, ഒരാൾ എന്തെങ്കിലുമൊക്കെ തിന്മ ചെയ്യാണ്, അപ്പോൾ ആ തിന്മ തടയണം. ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ്, ഓരോ ആളുകളുടെയും ബാധ്യതയാണ്, ഓരോ മുസ്ലിമായ ആളുകളുടെയും ബാധ്യത. എന്നാൽ ബനൂ ഇസ്രായേലിൽ എന്ത് ചെയ്തു? അവർ ഈ ബാധ്യത തിരസ്കരിച്ചു, അവരതിൽ അലംഭാവം കാട്ടി. വിശുദ്ധ ഖുർആൻ പറയാ, ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്ന മറിയം ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه. സൂറത്തുൽ മാഇദയിൽ 78-ാമത്തെ വചനത്തിൽ പറയാ, ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട കാഫിറുകൾ, ആ കാഫിറുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ?
അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം. മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാമിൻ്റെയും നബിയുല്ലാഹി ഈസ ഇബ്നു മറിയം, മറിയമിൻ്റെ പുത്രനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ നാവിലൂടെയുമാണ് ഇവർ ശപിക്കപ്പെട്ടത്. ആ പ്രവാചകന്മാരാണ് അവർ ശപിച്ചതെന്ന് വിശുദ്ധ ഖുർആൻ പറയട്ടോ. അള്ളാഹിൻ്റെ ഖുർആനിലെ ആയത്താണ്. ബിമാ അസൗ വകാനൂ യഅ്തദൂൻ, അവരുടെ ധിക്കാരവും അതിരുവിട്ട പ്രവർത്തനവും കാരണം. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, അവര് എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല? കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ, തിന്മ ചെയ്താൽ അതിനെ അവർ വിരോധിക്കാറുണ്ടായിരുന്നില്ല. ഒരാൾ കള്ളു കുടിക്കുന്നുണ്ട്, അപ്പം മോനെ അത് ചെയ്യരുതേ, അത് ഹറാമാണ്. ഒരാൾ മദ്യപിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു, അത് ചെയ്യരുതേ എന്നയാളോട് പറയുന്നില്ല. തിന്മകളുണ്ട്, ആ തിന്മകളെ വിരോധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും? ശാപത്തിന്, ലഅനത്തിന് ഇരയായി തീരും എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരാളെ നിസ്സാര പ്രശ്നങ്ങൾക്ക് ശപിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു രക്ഷിതാവ് മക്കളെ ശപിക്കുന്നു, അല്ലെങ്കിൽ ജ്യേഷ്ഠനെയോ അനുജനെയോ ശപിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം ആളുകൾക്കിടയിൽ ഉണ്ടാകാറുണ്ട്. എന്താണ്? നമ്മൾ മുസ്ലിങ്ങളാണല്ലോ, നമ്മുടെ ഓരോ അമലുകളും നന്മയാകട്ടെ തിന്മയാകട്ടെ മലായിക്കത്തുകൾ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞാണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ യംബഗി ലിസദീഖിൻ അൻ യകൂന ലആനാ. സഹോദരങ്ങളെ, പറയാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഒരാൾ തൻ്റെ സഹോദരനെ ശപിക്കുന്നത് ഒരിക്കലും യോജിക്കുന്നതല്ല, ഒരിക്കലും നല്ലതല്ല, ഒരിക്കലും ശരിയല്ല, അങ്ങനെ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. തൻ്റെ സഹോദരനെ ഒന്നിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, അതല്ലെങ്കിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന, ഒരു വീട്ടിൽ ജീവിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള സഹോദരങ്ങളായി നമ്മൾ ആരൊക്കെ കാണുന്നോ അവരെയൊന്നും നമ്മൾ ശപിച്ചുകൂടാ. എന്നിട്ട് ഏറെ ഗൗരവമുള്ള കാര്യം എന്താ അറിയോ? അതായത് നമ്മളിപ്പോൾ ഒരാൾ ശപിച്ചിട്ട് അയാൾ ആ ശാപത്തിന് അർഹനില്ലെങ്കിൽ നമ്മൾക്കെതിരെ തിരിച്ചു വരുന്ന, നമ്മളിപ്പോൾ വലിയ ആളുകളായിട്ട് മറ്റുള്ള ആളുകളെ ശപിക്കും, അയാൾ അതിന് അർഹനല്ല എങ്കിലോ ആ ശാപം നേരെ ബൂമറാങ്ങെന്ന് കേൾക്കാറുണ്ടല്ലേ നിങ്ങൾ? മലർന്നു കിടന്ന് തുപ്പുക എന്ന് കേട്ടില്ല നിങ്ങൾ? മലർന്നു കിടന്നിട്ട് തുപ്പിയാൽ അതാ ഇതെന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ വരും എന്നതുപോലെ അള്ളാഹിൻ്റെ റസൂൽ പറയാൻ. എന്താ പറയുന്നത്? ഹദീസു അബീ ദർദാ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ അബ്ദ ഇദാ ലഅന ഷൈഅൻ സ്വഇദത്തിൽ ലഅനതു ഇലസ് സമാ ഫതുഗ്ലഖു അബ്വാബുസ് സമാഇ ദൂനഹാ ثم تهبط إلى الأرض فتغلق أبوابها دونها ثم تأخذ يمينا وشمالا فإذا لم تجد مساغا رجعت إلى الذي لعنا فإن كان لذلك أغلا وإلا رجعت إلى قائلها أخرجه أبو داود. അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഈ വചനത്തിൽ പറയാണ്, ഒരാൾ വല്ലതിനെയും ശപിച്ചു കഴിഞ്ഞാൽ ഇന്നൽ അബ്ദ ഇദാ ലഅന ഷൈഅൻ സഇദത്തിൽ ലഅനതു ഇലസ് സമാ, ഒരാൾ വല്ലതിനെയും ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപം ആകാശലോകത്തേക്ക് ഉയർന്നു പോകും. അപ്പോ ഫതുഗ്ലഖു അബ്വാബുസ് സമാഇ ദൂനഹാ, എന്ത് ചെയ്യും? അവിടെ ആകാശ കവാടങ്ങളൊക്കെ എന്ത് ചെയ്യും? അടച്ചിട്ടിരിക്കുകയായിരിക്കും. അത് എന്നിട്ട് പ്രിയമുള്ളവരെ, ആ അടച്ചിട്ട കവാടങ്ങളുണ്ടല്ലോ, ഇത് ഇവനെ അർഹനല്ല എങ്കിൽ എന്ത് ചെയ്യും? സുമ്മ തുഹ്ബതു ഇലൽ അർള്, അത് ഭൂമിയിലേക്ക് തന്നെ വരുന്ന. എന്നിട്ട് ഇവിടെ പറയാണ്, എന്താ പറയുന്നത്? ഈ വഇല്ലാ റജഅത് ഇലാ ഖായിലിഹാ, ഈ ആരെയാണോ ശപിച്ചത് അയാൾക്ക് ഇത് അർഹനല്ല എങ്കിൽ എന്ത് ചെയ്യും? പറഞ്ഞവനിലേക്ക് അത് വരാതിരിക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും. അപ്പം നമ്മൾ ആരെയും ശപിക്കരുത്. അത് കൊണ്ടുള്ള ദോഷാർക്കാ നമുക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസൽ മുഅ്മിനു ബിത്ത്വആനി വലാ ബില്ലആനി വലൽ ഫാഹിഷു വൽ ബദീ, റവാഹുൽ ഇമാം തുർമുദി. അതായത് എന്താ പറയുന്നത്? ലൈസൽ മുഅ്മിനു, ഒരു സത്യവിശ്വാസിയല്ല, ബിത്ത്വആനി, മറ്റുള്ളവരെ കുത്തിപ്പറയുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സംസാരം നടത്തുക, വലാ ബില്ലആൻ, ശപിച്ചുകൊണ്ട് സംസാരിക്കുക, ഇതൊന്നും ഒരു വിശ്വാസിക്ക് പാടില്ല, അങ്ങനെ ആകുകയില്ല. വലൽ ഫാഹിഷ്, അശ്ലീലം പറയുക,
ലൈംഗിക ചുവയുള്ള തെറ്റായ തോന്നിവാസങ്ങൾ പറയുക, അത് പാടില്ല. വലൽ ബദീ, ബദീ എന്ന് പറഞ്ഞാൽ നീച്ചമായ അങ്ങനെയുള്ള വസ്ത്രങ്ങളൊന്നും അങ്ങനെയുള്ള സംസാരങ്ങളും ആക്ഷേപങ്ങളൊന്നും പാടില്ല എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ പറയാണ് പ്രിയമുള്ളവരെ, ഇന്നല്ല ആനീന ലാ യകൂനൂന യൗമൽ ഖിയാമത്തി ശുഫആ വലാ ശുഹദാ. ഒരു ഹദീസിൽ പറയും, ഇമാം മുസ്ലിം ഉദ്ധരിക്കാണ്. എന്താ പറയുന്നത് നിങ്ങൾ? ഈ രണ്ട് തരം ശാപത്തിന് വിധേയരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, ലാ യകൂനൂന യൗമൽ ഖിയാമത്തി ശുഫആ, അവർ ഖിയാമത്ത് നാളിൽ ശുപാർശകരാവുകയില്ല, വലാ ശുഹദാ, അവർ സാക്ഷികളുമാവുകയില്ല. അത് വളരെ ഗൗരവമേറിയ കാര്യം. ആഖിറത്തിൽ നമുക്ക് ശഫാഅത്ത് നടത്താൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പം അതൊക്കെ നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. ഒരു സത്യവിശ്വാസിയെ ശപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ മുഅ്മിനായ നമ്മുടെ അഞ്ചനോ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ അയൽവാസിയോ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലും കൂട്ടത്തിലും ഒക്കെ ഉള്ള ആളുകൾ സത്യവിശ്വാസികളായിരിക്കും. നമ്മളെന്ത് ചെയ്യും? അവരെ ശപിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക്, എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് ശപിക്കും. ആ ശാപം അവനെ കൊല്ലുന്നതിന് സമമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കണം. അതുകൊണ്ടല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ പോകുന്ന അതെന്തുകൊണ്ടാണ്? നാവിൻ്റെ പിന്നെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാമൻ ലഅന മുഅ്മിനൻ ഫഹുവ കഖത്ലിഹി, ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ ശപിച്ചു കഴിഞ്ഞാൽ ഫഹുവ കഖത്ലിഹി, അവനെ കൊല്ലുന്നതിന് തുല്യമാകുന്നു. സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്ര ഗൗരവമാണ് കഖത്ലിഹി എന്ന കൊല നടത്തുക. കൊല നടത്തിയ എത്ര കുറ്റം! ഇത് റസൂലുള്ളാഹിന്റെ വാക്കാണ്. നമ്മൾ ആരെങ്കിലും എവിടുന്നെങ്കിലും പറയല്ല, ഏതെങ്കിലും മഹാൻ പറയല്ല. ലോകത്തിന്റെ നേതാവ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. കൊലപാതകത്തിന് തുല്യാണ് എന്ത് ഒരാൾ ശപിക്കുന്നതെന്നാ. എന്നിട്ട് ഇപ്പം എത്ര ആളുകൾ ശപിക്കുന്നു? നമസ്കരിക്കുന്നു, ശപിക്കുന്നു, ഖുർആൻ ഓതുന്നു, ശപിക്കുന്നു, ഹജ്ജിന് പോകുന്നു, ഹജ്ജിനിടയിലും മറ്റുള്ള ആളുകളെ ശപിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ. ഇബ്ലീസ് എപ്പോഴും ഇബ്ലീസിൻ്റെ പിശാച്ചിൻ്റെ ആ ഒരു ദുർബോധനത്തിനും ദുർമന്ത്രണത്തിനും ഒക്കെ മനുഷ്യന്മാർ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ ജനങ്ങളുണ്ടല്ലോ, ഇത് അള്ളാഹിൻ്റെ റസൂൽ ഇതൊക്കെ വിശദീകരിക്കുക. രണ്ട് വിഭാഗം ആളുകളുണ്ട്. അവരെന്താ പ്രശ്നം എന്നറിയങ്ങൾ? അവർ ഈ വഴിയൊക്കെ ഉണ്ടല്ലോ, ജനങ്ങൾ നടക്കുന്ന സ്ഥലം, അവിടെ മലമൂത്ര വിസർജനം നടത്തും. ഒന്നിനും രണ്ടിനും ഒക്കെ വഴിയിലാണ് പോകും അവർ. മനസ്സിലാകുന്നില്ലേ? അതെന്താണ്? അവരെ പിന്നെ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇത്തഖുൽ ആനൈൻ, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ രണ്ട് തരം ശപിക്കപ്പെട്ടവരെ സൂക്ഷിക്കണം. അങ്ങനെ നിങ്ങൾ ആകരുത്. ആരാണത്? ഖാലു വമൽ ആനാനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ ആരാണ് ഈ ശപിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ? ഖാല അല്ലദീ യതഖല്ലാ ഫീ ത്വരീഖിൻ നാസ്, ജനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ആളുകൾ. മനസ്സിലായില്ലേ? മലമൂത്ര വിസർജനം എന്ന് പറഞ്ഞാൽ അതുപോലെ എന്താണ്? ഔ ഫീ ളുല്ലിഹിം, റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ. തണലുകളിൽ ജനങ്ങൾ പിന്നെ തണലിനായിട്ട് ഇരിക്കുന്ന മരത്തിൻ്റെ ചോട്ടിലോ വേറെന്തെങ്കിലും തണലിൻ്റെ താഴെയൊക്കെ എന്ത് ചെയ്യുക? അവിടെ വിസർജനം നടത്തുക. അതൊക്കെ ശാപത്തിന്, അള്ളാഹിൻ്റെ ശാപത്തിന് കാരണമാകുന്ന എത്ര ഗൗരവമുള്ള വിഷയമാണ് പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ മറ്റൊരിക്കൽ പിന്നെ പ്രവാചകൻ പറഞ്ഞതായിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. എന്താ പറയുന്നത് അറിയങ്ങൾ? അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറേ ഈ അബ്ദുല്ലാഹിബ്നു ഉമർ എന്ന് പറഞ്ഞാൽ ഉമറുൽ ഫാറൂഖിൻ്റെ പുത്രനാണ്. ഉമറുൽ ഫാറൂഖിൻ്റെ മകനാണെങ്കിലും പ്രമുഖനായ സ്വഹാബിയാണ്. അത് നബിൻ്റെ കൂടെ ജീവിച്ച ആളാണ്. വിശ്വാസിയായിട്ട് ജീവിച്ച് ഇസ്ലാമിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച ആളാണ്. മുത്തബിഉ സുന്ന എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുക. ആ സ്വഹാബി വര്യൻ തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം നടന്നു പോകുമ്പോൾ എന്താ ആളുകൾ ചെയ്യണറിയങ്ങൾ? പിന്നെ ഒരു ഭാഗത്തെത്തിയപ്പോൾ അവിടെയുള്ള ആ നാട്ടുകാരായ കുറച്ച് യുവാക്കളൊക്കെ എന്ത് ചെയ്യുന്നു, ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു പക്ഷിയെ എങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഒരു കോഴിയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് അമ്പയ്യ. എന്നിട്ട് എന്ത് ചെയ്യുക? എന്തിനാ അമ്പയ്യുന്നത്? ലക്ഷ്യം. നമ്മളിപ്പോൾ ഈ പിന്നെ തോക്ക് വെച്ച് ഒക്കെ വെടിവെച്ചൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അതിന് മത്സരം പോലുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ
അമ്പ് ഇത് ഉന്നം വെച്ച് പഠിക്കുകയാണ്. എന്തിന്? കോഴിയെ നാട്ടക്കുറിയാക്കിയിട്ട്. ഇത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്താ പറയുക, അദ്ദേഹം പറയാണ്, ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ അള്ളാഹിൻ്റെ റസൂല് ശപിച്ചിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അതെന്താണ്? വലിയ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹിൻ്റെ ശാപം കിട്ടും. ഹദീസിൽ പറയാണ്, സമിഅതു സഈദ് ഇബ്നു ജുബൈർ യഖൂലു ഖറജ്ത മഅ ഇബ്നു ഉമറ ഫീ തരീഖിൻ മിൻ തുർഖിൽ മദീന. മദീനയുടെ അടുത്തുള്ള ഒരു വഴിയിൽ ഇങ്ങനെ ഇബ്നു ഉമറുമായിട്ട് ഇങ്ങനെ പുറപ്പെട്ടു പോകുമായിരുന്നു. ഫഇദാ ബി ഗൽമത്തിൻ യർമൂന ദജാജതൻ. കണ്ടോ, ഗൽമത്ത് പറഞ്ഞാൽ ഗൽമ ഈ കുട്ടികൾ, ചെറിയ തെരുവിലൊക്കെ ഉള്ള കുട്ടികൾ, അവരെന്ത് ചെയ്യുന്നു? അവർ കോഴി അങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖാല ഇബ്നു ഉമർ മൻ ഫഅല ഹാദാ. അപ്പം അദ്ദേഹം ചോദിച്ചു, ആരാണിത് ചെയ്തത്, ആരാണിത് ചെയ്യുന്നത്? ഫതഫറഖു. അപ്പം അവരൊക്കെ പേടിച്ച് ഓടിപ്പോയി. ഫഖാല ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന മൻ മസ്സല ബിൽ ഹയവാൻ. ഇത് ഇമാം ദാരിമി അദ്ദേഹത്തിന്റെ സുനനിൽ രേഖപ്പെടുന്ന ഹദീസ. ഇങ്ങനെ മൃഗങ്ങളെ, പക്ഷികളെയൊക്കെ എന്ത് ചെയ്യുക, ഉന്നം വെച്ച് നടത്തുന്നത് അത്തരം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്, അവരെ ശപിച്ചിട്ടുണ്ട്. മറ്റൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ അതാ ഒരു ഒട്ടകം കടന്നു വരുന്നു. ഒട്ടകല്ല, ഹിമാർ, കഴുതയാണ് കടന്നു വരുന്നത്. കഴുത. ആ കഴുതയുടെ മുഖത്ത് തീ കൊണ്ട് പൊള്ളിച്ചിട്ടുള്ള അടയാളമുണ്ടായിരുന്നു. കാരുണ്യത്തിന്റെ പ്രവാചകനായ റസൂലുള്ളാഹിന്റെ മനസ്സ് വേദനിച്ചു. ആ പ്രവാചകൻ പറഞ്ഞു, ലഅനല്ലാഹുല്ലദീ വസമഹു. ഈ കഴുതയുടെ മുഖത്ത് തീ കൊണ്ട് വേദനിപ്പിച്ച, അതിനെ പൊള്ളിപ്പിച്ചിട്ടുള്ള ആളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഈ മൃഗങ്ങളെയൊക്കെ വാഹനത്തിലൊക്കെ കുത്തിത്തിരി കൊണ്ടുപോയി അവർക്ക് വെള്ളമില്ല, ശ്വാസം വിടാൻ പോലും അനുവാദമല്ല. ചിലപ്പോൾ പകുതി വാഹനത്തിനകത്തും പകുതി പുറത്തുമൊക്കെ തൂങ്ങിയിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണിത്. എത്ര ഗൗരവമുള്ളതാണ്. ഇതൊക്കെ ഇസ്ലാം അല്ലാതെ വേറെ ഏത് മതത്തിൽ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്? അൻ ജാബിരിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മർറ അലൈഹി ഹിമാറുൻ. കണ്ടോ, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു കഴുതയുടെ അടുത്ത് ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. ഖദ് ഉസിമ ഫീ വജ്ഹിഹി. അപ്പം ആ കഴുതയുടെ മുഖത്ത് എന്തുണ്ട്? ചൂട് വെക്കപ്പെട്ടിട്ടുണ്ട്, തീ കൊണ്ട് പൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ചെറിയ കുട്ടികളുടെ മുഖത്തെ തീ പൊള്ളിച്ച് വാർത്തയൊക്കെ കേൾക്കാറുണ്ട് അല്ലേ? ഫഖാൽ ലഅനല്ലാഹു അല്ലദീ വസമഹു. അപ്പോഴാണ് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത്, അല്ലാഹു തആല അവനെ ശപിച്ചിട്ടുണ്ട്. ആരെ ശപിച്ചത്? മൃഗത്തിന്റെ, കഴുതയുടെ പോലും. കഴുതാറിനാൽ എല്ലാവരും ഒരു വെറുക്കുന്നൊരു പിന്നെ ജീവിയാണ്. എന്നിട്ട് പോലും അതിൻ്റെ മുഖത്താണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. അതാണ് നബി പറയുന്നത്. മറ്റൊരിക്കലും നിങ്ങൾ നോക്കൂ, വേറൊരു സംഭവം. ലഅനല്ലാഹു സാരിക അഖ്റജഹുൽ ബുഖാരി. ബുഖാരി ഉദ്ധരിച്ച മോഷ്ടിക്കുക. ചില ആളുകൾ എന്താ പറയുക, മോഷ്ടിക്കുക, കളവ് നടത്തുക, മറ്റാളുകളുടെ പോക്കറ്റ് അടിക്കുകയോ പൈസ എടുക്കുകയോ സ്വർണ്ണം എടുക്കുകയൊക്കെ ചെയ്യും. ഇപ്പം അടുത്ത് കണ്ടില്ല നിങ്ങൾ, പിന്നെ മക്കയുടെ പരിസരത്ത് നിന്ന് ഒരു ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ പിടിച്ചു എന്നാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോക്കറ്റ് അടിക്കാനുള്ള ബ്ലേഡ് ഉണ്ട്. 7,000 റിയാൽ പിടിച്ചു എന്നാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. നമ്മൾ എന്തായിരുന്നാലും മോഷ്ടാവിനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ദുസ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും അള്ളാഹിൻ്റെ ലഅനത്ത് ഒരിക്കലും കിട്ടാതെ അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടുന്ന ആളുകളായിട്ട് നാം മാറുക. അതിന് അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ അർഹമർ റാഹിമീൻ. സ്വല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.